ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കാറ്റിസൺ എന്ന് പറഞ്ഞ ഗെയിമിനെ കുറിച്ചാണ്. നമ്മുടെ മലയാളികളിൽ അത്ര പോപ്പുലർ അല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൻ്റെ കോംപ്ലക്സിറ്റി കൊണ്ടാണ്. കുറച്ച് പാടാണ് എല്ലാവർക്കും. ഒരു ബിഗിന്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്കിയുള്ള പോലെ ചെറിയൊരു ടാപ്പിംഗ് ഗെയിം അല്ല. ബട്ട് വെസ്റ്റേൺ സൈഡിലൊക്കെ നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള, ഈവൻ ഏഷ്യൻ കൺട്രീസിലൊക്കെ നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു ഗെയിമാണിത്. സോ നിങ്ങളിത് മിസ്സ് ചെയ്തെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വൈകി, എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് ഏൺ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഫുൾ ട്യൂട്ടോറിയലാണ് എങ്ങനെ ഈ ഗെയിം കളിക്കും. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും. സോ നിങ്ങൾ താല്പര്യമുള്ളവർ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഈ ഗെയിം കളിക്കുന്നുള്ളവർ നല്ലൊരു എന്തായാലും ലിസ്റ്റ് ചെയ്യുന്ന 100% ഉറപ്പുണ്ട്. കാരണം വളരെയധികം ബാക്ക് ചെയ്യുന്ന ഒരുപാട് പോസ്റ്റുകൾ എല്ലാ എയിലും പറയാറുള്ളൊരു ഗെയിമാണ് കാറ്റിസൺ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് എടുക്കുന്നുണ്ട്. എല്ലാത്തിനും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ട്യൂട്ടോറിയൽ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇതൊരു കാറ്റിസിൻ്റെ ഒഫീഷ്യൽ പേജിലിട്ടാകുന്ന ഒരു പോസ്റ്റാണ്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ഫോർഗറ്റ് ടു കണക്ട് യുവർ വാലറ്റ് ഓർ യുവർ എയർ ഡ്രോപ്പ് മൈറ്റ് വാൻ ഡ്രോപ്പ് ലൈക്ക് എ ക്യൂരിയസ് കിറ്റി. സോ എയർ ഡ്രോപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാലറ്റ് മസ്റ്റായിട്ട് കണക്ട് ആക്കിയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഞാൻ ടൺ കീപ്പറാണ്, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ടൺ കീപ്പറാണ് ഞാൻ കണക്ട് ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൺ കീപ്പർ കണക്ട് ചെയ്യാം. മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് ടൺ കീപ്പർ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ ചെയ്യാം, കാറ്റിസം വിൽ യൂസ് വീക്കിറ്റി ആസ് ദ പ്രൈമറി ക്രൈറ്റീരിയം ഫോർ ദ കാറ്റി ഗവേണൻസ് ടോക്കൺ എയർ ഡ്രോപ്പ്. അപ്പോൾ ഡ്രോപ്പിന് പ്രൈമറി ടോക്കണായിട്ട് ഉപയോഗിക്കാൻ വന്നത് ഈ വീക്കിറ്റി എന്ന് പറഞ്ഞ ടോക്കണാണ്. ഈ വീക്കിറ്റിനെ വെച്ചൊക്കെ നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടക്കം തന്നെ കാണുന്നത് കുറേ വിടുതന്മാർ വാല് തുറന്നു വരുന്നു, കയറുന്നു, പൂച്ചേനെ പൊക്കുന്നു, അവർ മേടിച്ചിട്ട് പോകുന്നതാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഇതൊരു ക്യാറ്റ് ഹബ്ബാണ്. അതായത് ക്യാറ്റുകൾ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇവർ വന്നിട്ട് വേറൊന്നും ചെയ്യല്ല, മുഷിഹോ ഉസ്കാ എന്ന് വന്നിട്ട് എന്തൊക്കെയോ കുറേ വാക്കുകൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് പൂച്ചേനെ പൊക്കുന്നു, എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ എടുത്തിട്ട് പോകുന്നില്ല, അവർ പൂച്ചേനെ താലോലിക്കാൻ വരുന്നതാണ് പറഞ്ഞത്. എനിക്ക് ഒരുപാട് ഇൻഫർമേഷനൊക്കെ കിട്ടി നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിൽ തന്നെയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിൽ ഒരുപാട് പേര് ഇത് കളിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഇത് ഡെൽറ്റ, യാഷ് അങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാരോടാണ് എനിക്ക് നല്ല രീതിയിൽ ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. സോ അവർക്ക് നന്ദി അറിയിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ നോക്കേണ്ടത്, ഇവിടെ അവർ പൊക്കുന്നതല്ല ഇമ്പോർട്ടൻറ്റ്, നമുക്ക് അതിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ബോർഡ് കാണാം. ഈ ഒരു ബോർഡിൽ പൂച്ചകൾ ഇരിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ തുടങ്ങുമ്പോൾ ഈ ഓരോ പൂച്ചകൾക്കും ഓരോ ലെവൽസ് ഉണ്ട്. നിങ്ങൾ കാണാം ഈ പൂച്ചകൾ ഓരോന്നിന് മേലെ 21, 22, 23 അങ്ങനെ ഓരോ ലെവലുകൾ എഴുതിയാണ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓരോ ലെവലുകൾക്ക് അനുസരിച്ചാണ് നമുക്ക് പോയിന്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പൂച്ചകൾ 1, 2 അങ്ങനെ ലെവലാക്കി ഇരിക്കുന്നുണ്ടാവുക. എൻ്റെ അത് കുറച്ച് എത്തിയ കാണാൻ 22, കുറേ ആൾക്കാരൊക്കെ 200 സംതിങ് ലെവലിലുള്ള പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനും വേറെ കുറേ നല്ല താഴ്ചയിലാണ്. സോ ഈ പൂച്ചകളുടെ ലെവലിനനുസരിച്ചാണ് നിങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിനായും തന്നെ എന്ത് പോയിന്റാണ് ഇവിടെ ഈ ഗെയിമിൽ ഇപ്പോൾ ഇതുവരെ ടോട്ടലായിട്ട് 4 ടോക്കണാണുള്ളത്. ഒന്നാമത്തെ ടോക്കൺ എന്ന് പറയുന്നത് വി കിറ്റി എന്ന് പറഞ്ഞ ടോക്കണാണ്. വി കിറ്റി എന്ന് പറഞ്ഞ ടോക്കൺ വന്നത് ഈ കാണുന്ന ഒരു ടോക്കണാണ് വി കിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇൻവൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ താഴെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വന്നു കഴിഞ്ഞാൽ മേലെ അസറ്റ് എന്ന് പറഞ്ഞ കാണാം, മൈ അസറ്റ്. അപ്പോൾ ആ മൈ അസറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി കിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ പറ്റും നമ്മൾക്ക് ഗെയിമിൽ കളിച്ച് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഫിഷ് കോ എന്ന് പറഞ്ഞ ടോക്കൺ നമുക്ക് ഇവിടെ കുറച്ച് ടാസ്കുകളുണ്ട്. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ റെഫറൽസ് വഴി ഇതൊക്കെയാണ് നമുക്ക് ഫിഷ് കോയിൻ കിട്ടുന്നത്. ഡബ്ല്യു കാറ്റ് ഇതിന് മുന്നേ എന്തോ ഒരു എയർ ഡ്രോപ്പ് പോലെ വന്നതാണെന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിൽ നിന്ന് അറിഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഷുവറല്ല. എക്സ് സെഡ് എന്ന് പറഞ്ഞ കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഫറൽ ചെയ്ത ആൾക്കാരുകൾ ഓരോ ലെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോയിനാണ് എക്സ് സെഡ് എന്ന് പറഞ്ഞ കോയിൻ. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് ഏൺ ചെയ്യുന്നത് ഗെയിം എന്ന് പറയുന്നത് വി കിറ്റി എന്ന് പറഞ്ഞ കോയിനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വി കിറ്റി എന്ന് പറഞ്ഞ കോയിൻ ഏൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എൻ്റെ ഇതിൽ ഓട്ടോബോട്ട് വർക്കിംഗ് ആണ്. ഓട്ടോബോട്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് സ്വാപ്പ് ചെയ്യും. ഇപ്പോൾ ഗെയിമിൽ സിമ്പിളായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 ലെവലുള്ള പൂച്ചകൾ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, ഒരുമിച്ചാക്കുക. അപ്പോൾ എന്തായി മാറും, 2 ലെവലായി മാറും. ഇനി വീണ്ടും 1 വരുമ്പോൾ 2 ലെവൽ വേറെ പൂച്ച വരില്ലേ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ആ 2 ലെവൽ എന്ത് ചെയ്യുക, ഒരുമിച്ചാക്കുക. ഇപ്പോൾ കണ്ടില്ലേ 17, 17 ഒന്ന് ഒരുമിച്ചായി, 18, 18 ഒന്ന് ഒരുമിച്ചായി. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ബോട്ടിൻ്റെ സഹായത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് സ്ക്രീൻ തുറന്ന് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ ഓട്ടോബോട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അത് 1 ലെവലുള്ള പൂച്ച വന്നു കഴിഞ്ഞാൽ 2 കൂടി മെർജ് ചെയ്യുക, എന്നിട്ട് 2 ആക്കുക. 2 ലെവലുള്ള 2 പൂച്ചകൾ വന്നു കഴിഞ്ഞാൽ അതിന് 2 കൂടി മെർജ് ചെയ്തിട്ട് 3 ആക്കുക. അങ്ങനെ പൂച്ചകളുടെ ലെവൽ കൂട്ടി വരിക. എന്തിനാണ് ഈ പൂച്ചകളുടെ ലെവൽ കൂട്ടുന്നത്, അതാണ് നോക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു സാധനം കാണാം, പച്ച ബോക്സിനുള്ളിൽ 4034 മില്യൺ പെർ സെക്കൻഡ് കാണാം. ഇപ്പോൾ അത് മാറി 8 ലക്ഷത്തി സംതിങ് കെ പെർ സെക്കൻഡാണ്. അതായത് ഈ ഇവിടെ ഇരിക്കുന്ന പൂച്ചകളില്ലേ, ഈ പൂച്ചകൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കും. അതായത് ഈ ബോർഡിൽ എത്ര അധികം പൂച്ചകളുണ്ടോ, ലെവൽ കൂടി എത്ര പൂച്ചകളുണ്ടോ അത്രയും
പ്രോഫിറ്റ് നിങ്ങൾക്ക് തോന്നിയിരിക്കും. അപ്പോൾ ഈ പൂച്ചകൾ എത്ര പ്രോഫിറ്റ് തരുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ എന്താ പറയുക, ഫീഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ആ ഫീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ലെവലുള്ള പൂച്ച അത് നിങ്ങൾക്ക് എത്ര തരും? സ്പീഡ് 3/സെക്കൻഡ് ആണ് തരുന്നത്. അതായത് ഒരു സെക്കൻഡിൽ 3 വീക്കിറ്റി ടോക്കൺ ആണ് അത് തരുന്നത്. 2 ലെവലുള്ള പൂച്ചയോ ഒരു സെക്കൻഡിൽ 6 വീക്കിറ്റി ടോക്കൺ ആണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുന്ന ഞാൻ എന്ത് കൊടുത്താൽ മതി? എനിക്ക് ആകെ 1500 വീക്കിറ്റി ടോക്കൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂച്ച എന്ത് ചെയ്യും? അപ്ഗ്രേഡായി മാറും. ഓക്കെ, പക്ഷെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനൊന്നും നമ്മൾ വെറുതെ അപ്ഗ്രേഡ് ചെയ്യരുത്. ഇതൊക്കെ വെറുതെ നമ്മൾ പൈസ കളയുന്നുണ്ട്. നമ്മൾ പറയാം എവിടെയാണ് പൈസ ചെലവഴിക്കുന്നത് പറയാം. 1 ലെവലുള്ള പൂച്ച 2 ലെവലുള്ള പൂച്ച ഈ ബോർഡിൽ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഇവിടെ കാണുന്ന പെർ സെക്കൻഡിൽ കിട്ടുന്ന പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഈ പെർ സെക്കൻഡ് കിട്ടുന്ന പ്രോഫിറ്റാണ് ഓരോ സെക്കൻഡിലും കൂടി കൂടി എന്ത് ചെയ്യും? വീക്കിറ്റി ടോക്കൺ ആയിട്ട് നമുക്കിവിടെ കാണുന്നത്. എൻ്റെ ഇപ്പോൾ ലെവൽ നോക്കാം 18, 19, 24, 27. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 18 ലെവലുള്ള പൂച്ച 9,16,000 പെർ സെക്കൻഡ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 21 ലെവലുള്ള പൂച്ച 848K തരുന്നുണ്ട്, 8,048K തരുന്നുണ്ട്. അതുപോലെ 37,000K തരുന്നുണ്ട്, 27ഉം 78 ഉള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മെർജ് ചെയ്ത് ഈ ഇത്ര ഏതൊക്കെ പൂച്ചകൾ ആ ലെവലുണ്ടോ അതിനനുസരിച്ചുള്ള പോയിന്റ്സ് ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ കിട്ടുന്ന ഈ പോയിന്റ് പെർ സെക്കൻഡ് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് വീക്കിറ്റി ടോക്കൺ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ഈ ബോർഡിൽ ഏറ്റവും ലെവൽ കൂടുതലുള്ള പൂച്ചകളെ വെക്കാൻ നോക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ലെവൽ കുറഞ്ഞ പൂച്ച നിങ്ങൾക്ക് നല്ല ലെവലായി ഒരു 25 ലെവലായി, പക്ഷേ രണ്ട് ലെവലുള്ള പൂച്ച ഇരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആ 2 ലെവലുള്ള പൂച്ച കൊണ്ട് നിങ്ങൾക്ക് അത്ര പ്രോഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ പൂച്ചേനെ നേരെ പിടിച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൂച്ച എന്ത് ചെയ്യും? ആ ബോർഡിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അങ്ങനെ ഡിലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ഇവിടുത്തെ പെർ സെക്കൻഡ് കുറയും. പക്ഷെ നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത്? നമ്മൾ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന പൂച്ചേനെ നമ്മുടെ ബോർഡിലേക്ക് കൊണ്ടുവരാനാണ്. ചില സമയത്ത് ഈ ബോർഡിൽ ഫുള്ളായിരിക്കും പൂച്ചകൾ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ പൂച്ചേനെ ജനറേറ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ബട്ടണിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 ലെവലിലുള്ള ഒരു പൂച്ച എന്ത് ചെയ്യും? ഈ ബോർഡിലേക്ക് വരും. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 77,52,000 മില്യൺ കോയിൻ കൊടുത്താലാണ് എനിക്ക് 20 ലെവലിലുള്ള ഒരു പൂച്ച ഈ ബോർഡിലേക്ക് വരുള്ളൂ. എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ്. കാരണം എനിക്ക് അതിൽ നിന്ന് നല്ലത് എന്താ മതി? ഇതുപോലെ എയർ ഡ്രോപ്പ് വന്നുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പൂച്ചകൾ വരുന്നു, അത് മെർജായിട്ടുണ്ടായ പോരെ, ഞാൻ വെറുതെ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വെറുതെ നിങ്ങൾ ഈ ബട്ടൺ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടെ ഓൾറെഡി ബോട്ടായ, അതായത് ഓൾറെഡി ബൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൂച്ചകളെ പിന്നെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അതായത് സപ്പോസ് വിചാരിക്കുക 22 ലെവലുള്ള ഒരു പൂച്ച എനിക്കുണ്ട്, അതിന് എനിക്കിപ്പോൾ തരുന്നുണ്ട് 17,000K പെർ സെക്കൻഡ് തരുന്നുണ്ട്. അതിന് ഞാനിങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 5,764 ബില്യൺ വീക്കിറ്റി കൊടുക്കണം. അതിനും ഭേദം ഞാൻ എന്ത് ചെയ്താൽ മതി? എനിക്കൊരു പുതിയ പൂച്ചേനെ വാങ്ങിയാൽ പോരെ? പുതിയ പൂച്ചേനെ വാങ്ങുന്നതല്ലേ ഏറ്റവും ബെറ്റർ. അപ്പം നിങ്ങൾ ഓൾറെഡി ഇവിടെയുള്ള പൂച്ചകൾ എന്ത് ചെയ്യരുത്? ഈ യെല്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യരുത്, ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് ചെയ്യുക? നിങ്ങൾ പുതിയ പൂച്ചകളെ, പുതിയ ലെവൽ കൂടിയ പൂച്ചകൾ എന്ത് ചെയ്യുക? വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഈ ലെവൽ കൂടിയ പൂച്ചകൾ നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ വന്നോളും? ഈ എയർ ഡ്രോപ്പ് വഴി വരുന്നു, അവർ മെർജാക്കുക, 17 മെർജാക്കുക, 17 മെർജാക്കി കഴിഞ്ഞാൽ 18 പൂട്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പ്ലേ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ലെവൽ കൂടിയ പൂച്ചകളെ മേടിച്ചിടാം. പക്ഷേ ഇവിടെ ലെവൽ കൂടിയ പൂച്ചകൾ മേടിച്ചിട്ട് പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ മാക്സിമം ലെവൽ ഇപ്പോൾ എത്രയാണ് ഞാൻ മേടിച്ചിട്ടുണ്ട്? 25 മേടിച്ചിട്ടുണ്ട്. പക്ഷേ 25 വരെ ഞാൻ ഇവിടെ കാണുന്നത് 27 എനിക്ക് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ കാണുന്ന ബോർഡിൽ എന്ത് ചെയ്യും? 2 ലെവൽ കൂടുതലുള്ള പൂച്ചകളായിരിക്കും ബോർഡിൽ കാണുക. ബോർഡിൽ നമുക്ക് മെർജ് ചെയ്ത് കിട്ടുക. പക്ഷേ ഇവിടെ നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ 2 ലെവൽ കുറവായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് നമ്മളൊരു പുതിയ പൂച്ചേനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ബോർഡിലുള്ള ചിലപ്പോൾ ഹയസ്റ്റ് ലെവലിൽ പൂച്ചയുടെ 2 ലെവൽ കുറവായിരിക്കും ഇവിടെ കാണുന്ന പൂച്ച എന്ന് പറയുന്നത്, എവിടെ? ക്യാറ്റ് ഷോപ്പിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു പൂച്ചേനെ ബൈ ചെയ്യാൻ വരുമ്പോൾ നിങ്ങളിവിടെ 26 മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡിൽ ഒബ്വിയസ്ലി എത്ര വരും? 28 ലെവലുള്ള മാക്സിമം ലെവലിലേക്ക് പൂച്ചയായിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എയർ ഡ്രോപ്പിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പൂച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് ലെവലിലുള്ള പൂച്ചകളാണെന്ന് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 17 ലെവലുള്ള ഒരു പൂച്ചയാണ് ഇപ്പോൾ തന്നെ വന്നത്. എന്തുകൊണ്ടാണ് 17 ലെവലുള്ള പൂച്ച വന്നത്? ഞാൻ എൻ്റെ നോക്കുക, എൻ്റെ ക്യാറ്റ് ഷോപ്പിൽ 25 ലെവലിലുള്ള ഒരു പൂച്ചയാണ് എൻ്റെ ഏറ്റവും മാക്സിമം ലെവലിരിക്കുന്നത്. പക്ഷേ എൻ്റെ ബോർഡിൽ എത്രയാണ്? 27 ലെവലുള്ള ഒരു പൂച്ചയാണ് മാക്സിമം ഇരിക്കുന്നത്. ഈ മാക്സിമം ബോർഡിലുള്ള മാക്സിമം ലെവലുള്ള പൂച്ചയുടെ 10 പോയിന്റ് കുറച്ചിട്ടുള്ളൊരു പൂച്ചയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും എയർ ഡ്രോപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതായത്
ഇപ്പം എനിക്ക് 27 ആണെന്നുണ്ടെങ്കിൽ എയർ ഡ്രോപ്പ് ആയിട്ട് വരുന്നത് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് വന്ന് കണ്ടില്ലേ, ആ ബോക്സിൽ വരുന്നത് ഏത് ലെവലുള്ള പൂച്ചയായിരിക്കും? 17 ലെവലുള്ള ഒരു പൂച്ചയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, നിങ്ങൾക്ക് ഇവിടെ മാക്സിമം ഇപ്പോൾ ഇവിടെ നിന്ന് മാക്സിമം നിങ്ങൾക്ക് 20 വിചാരിക്കാം ഒരു പൂച്ചയുടെ ലെവൽ ബോർഡിലുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡ്രോപ്പുകളൊക്കെ 10 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നിലുള്ള വല്ല ഡ്രോപ്പുകൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് നിങ്ങൾക്ക് ഈ സപ്പോസ് വിചാരിക്കുക ഈ ബോർഡിൽ ഇപ്പോൾ 7, 8 ലെവലുള്ള പൂച്ചകളെന്ന് വിചാരിക്കുക. ഇനി ആ പൂച്ചകൾ ഓട്ടോമാറ്റിക്കായിട്ട് മെർജ് ആവോ? ഇല്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക? ആ 7, 8 പൂച്ചേനെ എന്ത് ചെയ്യുക? നേരെ പിടിക്കുക, നേരെ പിടിച്ച് തന്നെ ഡിലീറ്റ് ചെയ്യുക. കാരണം ഇനി അതിന് വെച്ചിട്ട് ആവശ്യമില്ല, വെറുതെ പ്രോഫിറ്റ് കിട്ടാന്നുള്ളൂ. വെറുതെ ഈ സ്ഥലം ഫില്ലായിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ സ്ഥലം ഫില്ലാക്കാതെ എപ്പോഴും സ്ഥലത്തിൻ്റെ മാക്സിമം എങ്ങനെ എന്ത് ചെയ്യുക? തുറന്നിടാൻ നോക്കുക. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഒരു കുറുക്കനും ആൾക്കാരൊക്കെ വരും. അപ്പോൾ അവരെ പിടിച്ച് നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400% ഇൻക്രീസ് കിട്ടും. എന്തിനാണ് 400% ഇൻക്രീസ് കിട്ടുന്നത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ നടക്കും കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ 6000 കിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ പെർ സെക്കൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് 400% എന്ന് പറയുമ്പോൾ അതൊരു മില്യൺ പെർ സെക്കൻഡായി മാറും. അതായത് പെർ സെക്കൻഡിൽ കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യും? വളരെ സ്പീഡിൽ ഈ ടോക്കൺസ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ വന്നു, ഇത് സ്പീഡ് 17 കൂടി 18 വന്നു. ഇനി 18നായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണ്, 17 ലെവലിൽ എന്തുകൊണ്ടാണ് വന്നത്? 27 ലെവലിനേക്കാളും 10 ലെവൽ കുറവുള്ളതാണ് 17 ലെവൽ വന്നത്. ഇനി ഫീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, പുതിയ പൂച്ചേനെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം 26 ലെവലുള്ള പൂച്ചേനെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൂച്ചേനെ അൺലോക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൂച്ചേനെ 25 ലെവലുള്ള പൂച്ചയില്ലേ, ഈ പൂച്ചേനെ 3 4 പ്രാവശ്യം, 3 തോന്നുന്നു, 3 അല്ലെങ്കിൽ 4, എനിക്കത് നിങ്ങൾക്ക് അറിയുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്താൽ മതി. 3 പ്രാവശ്യം ഈ ടോക്കൺ ഫിഷ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷ് ടോക്കൺ ഇല്ലേ, ടോക്കൺ ഒരു പ്രാവശ്യം മേടിച്ചാൽ കാര്യമില്ല, 2 പ്രാവശ്യം മേടിച്ചാൽ കാര്യമില്ല, 3 പ്രാവശ്യം മേടിക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ ബാലൻസിൽ ഇപ്പോൾ ഒരു 600 സംതിങ് ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും, 600 ഉണ്ടെങ്കിൽ 800 കേട്ടോ, എനിക്ക് കറക്റ്റ് ആണ് ആരെങ്കിലും, എനിക്ക് ഓരോ സംശയമുണ്ട്. അപ്പോൾ അത്ര ടോക്കൺ 3 പ്രാവശ്യം തൊട്ട് മേലെയുള്ള ലെവലിലുള്ള പൂച്ചേനെ മേടിച്ചാലാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലുള്ള പൂച്ചേനെ അൺലോക്ക് ആവുകയുള്ളൂ. അല്ലാതെ ഈ പൂച്ച അൺലോക്ക് ആവില്ല. നിങ്ങൾക്ക് മാനുവൽ അൺലോക്ക് ആകണമെന്നുണ്ടെങ്കിൽ ഈ തൊട്ട് ലെവലിലുള്ള പൂച്ചേനെ 3 4 പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യും? മേടിച്ചാൽ മാത്രമാണ് അടുത്ത ലെവലിലുള്ള പൂച്ചനെ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലെവലിലുള്ള പൂച്ചനെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഒരു ലെവൽ കൂട്ടിയിട്ടുള്ളൊരു പൂച്ച എന്ത് ചെയ്യും? ഇവിടെ ബോർഡിൽ വിസിബിളായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക് ഇൻ്റർഫേസ് കാര്യങ്ങൾ മനസ്സിലാകാൻ തോന്നുന്നു ഉള്ളൂ. അപ്പോൾ അതിനെ പിടിച്ച് നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 4 സൂപ്പർ ബോക്സ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കാണാൻ പറ്റും 4 സൂപ്പർ ബോക്സ് അടുപ്പിച്ച് വരും. അപ്പോൾ ഇതിനൊക്കെ വരുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്തു? അത് വന്നുകൊണ്ടിരുന്നു. ഒരു ലെവലിൽ കൂടുതലുള്ളൊരു പോർട്ടാണ് വന്നുകൊണ്ടിരുന്നത് അല്ലേ? 17 വിചാരിച്ചു വന്നത്, പക്ഷേ 18 വന്നുകൊണ്ടിരുന്നത്, കാരണം ആ സൂപ്പർ ബോക്സ് വന്നുകൊണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ബൂസ്റ്റ് ബട്ടൺ എന്ന് ബട്ടൺ കാണാൻ പറ്റും. അവിടെ എന്താ വെച്ചാൽ ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? അതായത് ഇപ്പം നിങ്ങൾക്ക് 8 ലക്ഷം സംതിങ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം അത് ഒരു പ്രാവശ്യം പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 240 മിനിറ്റ് നേരത്തേക്ക് കൊടുക്കണമെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 240 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 50 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 50 ഫിഷ് ടോക്കൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 240 മിനിറ്റ് എന്ത് ചെയ്യും? അത് ഇൻറ്റു 2 ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും മേടിക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണ ഈ 2 എന്ത് ചെയ്യുക? കുറച്ച് നേരത്തേക്ക് ഒന്ന് ഉപയോഗിക്കാനായിട്ട് വേണമെങ്കിൽ എല്ലാ ദിവസവും ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് ഇവിടെ ഗോൾഡ് എന്ന് പറഞ്ഞ് കാണാം. അതാണ് നിങ്ങളുടെ റാങ്കിങ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ പോയിന്റ് ബാക്കിയുള്ള കോയിൻസ് പോലെയല്ല, കാരണം ഇവിടെ മില്യൺ, ബില്യൺ, അതിനേക്കാളും ട്രില്യൺ ഒക്കെ കടന്ന് AQ AF എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ നമ്പറുകളാണ് ഇവരുടെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിൽവർ ലീഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത് 5,39,000 സംതിങ് മില്യൺ ആണ്. പക്ഷേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 62,000 ട്രില്യൺ കോയിൻസാണ് ഫസ്റ്റ് കിട്ടുന്ന ആളുകളുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും AF, പിന്നെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, AQ, അങ്ങനെ ഓരോ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്ര പേരത്തെ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ കയറി വന്നു കഴിഞ്ഞാൽ വൺസ് ഇത് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടാതിരിക്കില്ല. സോ എല്ലാവരും കളിക്കാൻ നോക്കുക മാക്സിമം. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടു ഇൻവിറ്റേഷനിൽ എന്ത് പറഞ്ഞു? നമുക്ക് ഫിഷ് കോയിൻ വേണമെന്ന് പറഞ്ഞു. ഈ ഫിഷ് കോയിൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിഷിംഗ് ചെയ്യാൻ പറ്റും. ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മേലെ ഫിഷിംഗ് എന്ന് കാണാം. ഞാൻ സാധാരണ ഫിഷിംഗ് ഉപയോഗിക്കുക, അല്ലെ വെറുതെ ഒരു ലക്കി പോട്ട് പോലെയാണ്, കിട്ടി പോയുന്ന സംഭവമാണ്. അതായത് 84 ടോക്കൺ, 84 എൻ്റെ ഇപ്പം ഇല്ല, 84 ഫിഷ് ടോക്കൺ ചിലവഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും? ഫിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബാർ ഇങ്ങനെ നീങ്ങും, അതിൻ്റെ സെൻറ്ററിലോ എവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും. ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കയറുന്ന പോയിന്റ് പെർ സെക്കൻഡ് ഇല്ലേ, ആ പോയിന്റ് പെർ സെക്കൻഡ് എന്ത് ചെയ്യും? ഡബിളോ അല്ലെങ്കിൽ 400% ഒക്കെ ഇൻക്രീസ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ 84 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും തന്നെ കോയിൻസ് എന്ത് ചെയ്യും? തിരിച്ചു കയറും, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി കോയിൻസ് എന്ത് ചെയ്യും? തിരിച്ചു കയറും. അതായത് 84 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? 116 ഫിഷ് ടോക്കണായിട്ട് എന്ത് ചെയ്യും? തിരിച്ച് കിട്ടും. അങ്ങനെ ഒരു ലക്കി ബോർഡ് സിസ്റ്റം പോലെയാണ്. ഇത് മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഫിഷ് ടോക്കൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ വന്ന് ഫിഷ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് മൈൻ എന്ന് പറഞ്ഞ സെക്ഷനാണ്. മൈൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഒരു WCAT എന്ന് പറഞ്ഞൊരു കോയിൻ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ എന്ത് ചെയ്തു? മൈൻ ചെയ്തെടുക്കാവുന്ന സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ 3 ടോക്കണാണ്. അപ്പോൾ ആ 3 ടോക്കൺ ബേസിലായിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ബൂസ്റ്റ് എന്ന സെക്ഷനുണ്ട്, മൈ അസെറ്റ് എന്ന സെക്ഷനുണ്ട്. മൈ അസെറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ അസെറ്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ,
ഇനി അടുത്ത സെക്ഷൻ ഷോപ്പാണ്. ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യാം, $0.1 കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 100 ഫിഷ് ടോക്കണും അതുപോലെ തന്നെ ഇത്ര കോയിൻസും ഡബ്ല്യൂക്കിറ്റി കോയിൻസും എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ട് പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കില്ല. സോ ഇതിലൊന്നും പെടാൻ നിൽക്കണ്ട. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏൺ എന്ന് പറഞ്ഞ ടാബാണ്. അപ്പോൾ ഏൺ എന്ന് പറഞ്ഞ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ടാസ്കുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫിഷ് ടോക്കൺ എന്ത് ചെയ്യാം ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടാസ്കുകളൊക്കെ മാക്സിമം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനൊരു വാലറ്റ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക, കണക്ട് ബട്ടൺ കൊടുക്കുക, എന്നിട്ട് ടൺ കീപ്പർ സെലക്ട് ചെയ്യുക. ശേഷം വെറുതെ എന്താ മതി, കണക്ട് വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചുകൊണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് കണക്ട് ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ എല്ലാ ടാസ്കുകളും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞു ജനറേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫീഡ് എന്ന് പറഞ്ഞ ബട്ടൺ എന്തിനാണ്, ഇതുപോലെ ഓരോ പൂച്ചകളെ പുതിയതായിട്ട് മേടിച്ച പൂച്ചകളെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പൈസ കൊടുത്ത് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇവിടെ മാക്സിമം എന്ത് ചെയ്യുക, പുതിയ പൂച്ചകളെ നിങ്ങൾ എന്ത് ചെയ്യുക, മേടിച്ച് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള ബേസിക് ആയിട്ട് ഈ ഗെയിം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വോയിസ് വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു ക്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുള്ളിൽ ക്ലാൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അപ്പോൾ ക്ലാൻ്റെ ഉള്ളിൽ കയറാം. ഞാനൊരു ആനോൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് കയറിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ ക്ലിക്ക് 3900 സംതിങ് പോയിന്റാൽ തന്നെ ഓട്ടോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓട്ടോ ബൈക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അത് ഓട്ടോ ഫീഡ് ആയിക്കൊണ്ടിരുന്നോളും, അതായത് മെർജായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കൊണ്ടിരുന്നോളും. സോ ഇത്രയാണ് ഈ മെയിനായിട്ട് ഈ ഗെയിമിലുള്ളത്. നിങ്ങളെല്ലാവരും മാക്സിമം കളിക്കാൻ നോക്കുക. ഇൻവിറ്റേഷൻ വഴിയും സാധനങ്ങൾ എല്ലാവരും ഒപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് ബോണസ് 1, ബോണസ് 2, ബോണസ് 3, അതായത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കിട്ടുന്ന മൈ അസറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ടെന്ന് എക്സെന്നെ എല്ലാ കോയിനും എങ്ങനെ കിട്ടുന്നുള്ളത്. പോയിൻസ് ഒക്കെ കൂട്ടാൻ നോക്കുക. ഡെയിലി 1-2 പ്രാവശ്യം ചെയ്ത് കളിച്ച് കോയിൻ കിട്ടാൻ നോക്കുക. കാരണം ഇത് ലിസ്റ്റിംഗ് ആവുന്നുള്ള കാര്യത്തിൽ ഏകദേശം നല്ല രീതിയിൽ ഉറപ്പുണ്ട്. ലിസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഇത് എയർ ഡ്രോപ്പ് വന്ന് യൂസേഴ്സിന് കിട്ടുന്നുള്ള കാര്യത്തിലും നല്ല രീതിയിൽ വിശ്വാസമുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും പ്ലേ ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. കാരണം ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ വീഡിയോ വെച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, അതിനെ മെച്ചപ്പെടുത്തി നമ്മൾ വീണ്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.